കോട്ടയം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുല്ലകിയാറിന് കുറുകെയുള്ള ഏന്തയാർ വലയിഞ്ചിപ്പടി നടപ്പാലം തകർന്നിട്ട് 4.5 വർഷം പിന്നിടുന്നു. 2021 ഒക്ടോബർ 16 പ്രളയത്തിലാണ് മുക്കുളം ഈസ്റ്റ് മേഖലയിലെ ആളുകളുടെ ഏക ആശ്രയമായിരുന്ന വലയിഞ്ചിപ്പടി നടപ്പാലം തകർന്നത്. പ്രളയത്തിൽ കൂട്ടിക്കൽ, കൊക്കിയാർ, മുണ്ടക്കയം പഞ്ചായത്തുകളിലായി ചെറുതും വലുതുമായ നിരവധി പാലങ്ങൾ തകർന്നെങ്കിലും അവയിൽ ഭൂരിഭാഗവും പുനർനിർമ്മിച്ചു. എന്നാൽ നൂറുകണക്കിന് ആളുകൾ അധിവസിക്കുന്ന മുക്കുളം ഈസ്റ്റ് മേഖലയിലെ ആളുകളെ ദുരിതത്തിലാക്കി വലയിഞ്ചിപ്പടി നടപ്പാലം നിർമ്മിക്കുവാനുള്ള യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇപ്പോൾ പ്രദേശവാസികൾ 3 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ഏന്തയാർ ഈസ്റ്റ് പാലം വഴി വേണം ഏന്തയാറ്റിൽ എത്തുവാൻ. സ്കൂൾ തുറക്കുന്നതോടെ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ്. മുക്കുളം ഈസ്റ്റ് മേഖലയിലെ ഭൂരിഭാഗം കുട്ടികളും പഠിക്കുന്നത് ഏന്തയാർ കൂട്ടിക്കൽ പ്രദേശത്തെ സ്കൂളുകളിലാണ്. കൂട്ടിക്കൽ പഞ്ചായത്തിനെയും കൊക്കിയാർ പഞ്ചായത്തിനെയും നടുക്കിയ 2021 മഹാപ്രളയത്തിൽ 2 വലിയ പാലങ്ങളും 5ഓളം നടപ്പാലങ്ങളുമാണ് ഈ മണിമലയാറ്റിൽ പുല്ലകിയാറിൽ കൂടെ ഒലിച്ചുപോയത്. എന്നാൽ ആൾക്കാരുടെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലമായി ഏന്തയാർ മുക്കുളം പാലം പണി പൂർത്തീകരിക്കുകയും കൊക്കിയാർ പാലത്തിൻ്റെ പണി 90% പൂർത്തിയാകുകയും ചെയ്തു. അതുപോലെ തന്നെ കുപ്പായക്കുഴി കനകപുരം പാലത്തിൻ്റെ പണിയും 90% പൂർത്തിയായിരിക്കുകയാണ്. ബാക്കി 4ഓളം പാലങ്ങൾ വെമ്പിളി, ഒളയനാട്, ഈ വലയിഞ്ചിപ്പടി പാലം ഇതെല്ലാം പോയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു അനുകൂലമായ മാറ്റങ്ങളോ വരുന്നില്ല. ഇപ്പോൾ ഇത് ജൂൺ 1 തീയതി സ്കൂൾ തുറക്കും. ഈ ഏന്തയാർ കരയിലും മുക്കുളം കരയിലും 500ഓളം ആൾക്കാർ അധിവസിക്കുന്ന സ്ഥലമാണ്. അത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒളയനാട് സ്കൂളിലും മർസി സ്കൂളിലും പോകേണ്ടതാണ്. അത് ഒരു 2 മിനിറ്റ് കൊണ്ട് നടന്നു പോകാവുന്ന ദൂരം മഴക്കാലം വന്നു കഴിഞ്ഞാൽ 3 കിലോമീറ്ററോളം സഞ്ചരിച്ച് ആണ് സ്കൂളിലെത്തേണ്ടത്. സ്കൂൾ ബസ്സിൽ കയറിയാൽ 500 രൂപ മാസം ഫീസാണ്. നിർധനരായ ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 2 MLA-മാരും ഇടതുപക്ഷത്തിൻ്റെ ഉണ്ടായിട്ടും അത് ചെയ്തിട്ടില്ല. 100 മീറ്റർ കാൽനടയായി സഞ്ചരിച്ച് മറുകരയെത്താവുന്ന കുട്ടികൾക്ക് പുല്ലകിയാറ്റിലെ ജലനിരപ്പ് ഉയരുമ്പോൾ കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങളെയോ സ്കൂൾ ബസ്സുകളെയോ ആശ്രയിക്കണം. ഇതിനായി ഓരോ മാസവും നല്ലൊരു തുക തന്നെ വിദ്യാർത്ഥികൾ മുടക്കേണ്ട അവസ്ഥയിലുമാണ്. സാധാരണക്കാരും കർഷകരും അടങ്ങുന്ന കുടുംബങ്ങൾക്ക് ഇത് അധിക ബാധ്യതയാകും വരുത്തിവെക്കുക. നാളുകളായുള്ള പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പുതിയ സർക്കാർ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നിരവധി തവണ നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും വലയിഞ്ചിപ്പടി നടപ്പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പുതിയതായി അധികാരത്തിലെത്തിയ പീരുമേട്, പൂഞ്ഞാർ MLA-മാരെ തങ്ങളുടെ യാത്രാ ദുരിതം നിവേദനത്തിലൂടെ അറിയിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.